അപ്പൊ ഇന്ന് നമ്മൾ പതുക്കെ സൈക്ലിങ്ങിൽ ഇറങ്ങാണ്. കുറെ നാളായി സൈക്കിൾ ചവിട്ടിട്ട്. ഓൾമോസ്റ്റ് തണുപ്പ് തുടങ്ങി. പിന്നെ ചവിട്ടിയില്ല. നമ്മുടെ ആളെത്തി. അരുൺ എന്ത് എവിടെ താൻ പഴം കഴിച്ചില്ലേ? ദോശ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇന്റർനാഷണൽ സിറ്റി ടു മുഷി പാർക്ക് അങ്ങോട്ടും കൊണ്ട് കൂടി ഒരു 50 കിലോമീറ്റർ വരും. തുടങ്ങല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഗൈസ് ആക്ച്വലി നമ്മൾ ഇന്റർനാഷണൽ സിറ്റി 2-ൽ നിന്നാണ്, 2-ന്റെ ഓപ്പോസിറ്റിൽ നിന്നാണ് നമുക്ക് ഈ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ ട്രാക്ക് എടുത്തു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഈ മുഷിട്ട് കിട്ടുന്നത് നമ്മൾ വർക്കയിലോട്ടാണ് ഇപ്പോൾ ആദ്യം പോകുന്നത്. ഓക്കെ, ബ്രിഡ്ജ് ഒരു രക്ഷയില്ലാത്ത ബ്രിഡ്ജുണ്ട്. സൂപ്പർ. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ മുകളിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ട്രാക്കിലാണ്. ബട്ട് എല്ലാവരും സൂക്ഷിക്കുക, നമ്മുടെ ഇവിടുത്തെ മാക്സിമം സ്പീഡ് ലിമിറ്റ് 20 km/h ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി 24 കിലോമീറ്ററിലൂടെയാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ വർക്ക ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നല്ല ക്ലൈമറ്റാണ്, കിട്ടു ക്ലൈമറ്റാണ് ഗൈസ് ഇന്ന്. അല്ല, ആക്ച്വലി ഇന്ന് നമ്മള് ജസ്റ്റ് ഫൺ ഡ്രൈവ് ആണ്. ഇത് നമ്മള് ട്രാക്ക് വഴി വന്നിട്ടാണ് നമ്മളിപ്പോ ട്രിപ്പോളി സ്ട്രീറ്റ് വന്നത്. പാർക്കിന്റെ ഉള്ളിൽ കൂടെ പോവാ. ഓൾറെഡി ആൾക്കാരൊക്കെ ഇതാ റേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ടീംസാണ് അതൊക്കെ. നമ്മൾ ഓൾറെഡി ഇവിടുന്ന് ഇന്ന് പിന്നെ കുറച്ച് ഫൺ ഡ്രൈവ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് കഴിച്ച് നമ്മൾ ഇറങ്ങിയത്. മുഷി പാർക്കിന്റെ ബാക്കിലുള്ള എൻട്രൻസ് ഉണ്ട് അത് നമ്മൾ എത്തിക്കുന്നത്. ഇനി ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കൂടെ പോവാ. 2 വഴിയുണ്ട്. ഒരെണ്ണയിലേ പോവാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ മുഷി പാർക്കിന്റെ എൻട്രൻസിൽ ഓൾറെഡി കയറി കഴിഞ്ഞു. ബാക്ക് എൻട്രൻസിലൂടെയാണ് കയറിയത്. അത് ഇന്നിപ്പോൾ ഓൾറെഡി ട്രാക്കിൽ ഇപ്പോൾ ആൾക്കാർ കുറവാണ്. ഓൾറെഡി നമ്മൾ നല്ലൊരു ലേറ്റായി ആക്ച്വലി. അതുകൊണ്ടാണ് ഇത് വളരെ ഈസിയാണ്. നമുക്ക് മുഷി പാർക്കിലേക്ക് ഇന്റർനാഷണൽ സിറ്റിയിൽ വരുന്ന റൈഡേഴ്സിന് നല്ല ഈസിയിലാണ് പോകുന്നത്. വണ്ടി എടുത്തിട്ട് വരുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഇന്റർനാഷണൽ സിറ്റിയിൽ നിന്ന് ബൈ റോഡ് ട്രാക്ക് പിടിച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. വാ എവിടെ? വേഗം ആയോ. എന്താ പറയുക, വീഡിയോ എടുക്കല്ലേ? അടിപൊളിയല്ലേ? അടിപൊളി, നല്ല ട്രാക്കാണ്. ആൾക്കാർ കുറവാണ്, കാരണം ലേറ്റ് ആയതുകൊണ്ടാണ്. നമ്മൾ അവിടുന്ന് സിഗ്നലിൽ നിന്ന് ക്രോസ് ചെയ്ത് കിട്ടുന്ന ആദ്യത്തെ ട്രാക്കിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ വരാൻ പോകുന്നത് ഈ ട്രാക്കിലാണ്. ഇതാണ് മുഷി പാർക്കിൻ്റെ എൻട്രൻസ്. ഉള്ളിൽ കയറി നമ്മൾ ഏകദേശം ഒരു ട്രാക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 50 കിലോമീറ്ററാണ്. നമ്മളൊരു ട്രാക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ, ഒരു റൗണ്ട് അടിക്കണമെങ്കിൽ. നമ്മൾ രാവിലെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 5 റൗണ്ട് 6 റൗണ്ടൊക്കെ അടിച്ചിട്ടാണ് ഇവിടുന്ന് പോകാറ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മൾ ഇന്റർനാഷണൽ സിറ്റിയിലോട്ട് പോകുമ്പോൾ ഏകദേശം ഒരു 60-65 കിലോമീറ്റർ നമ്മൾ കവേർഡ് ആവും ഒരു ദിവസം. പാനൽ വെക്കുമ്പോൾ ഹലോ ഗൈസ്, ഞാൻ കൈവിട്ട് ചവിട്ടാണ്. നോക്ക്, ഞാൻ കൈവിട്ടു. വീണ വീഡിയോ
ഫോറസ്റ്റ് ആണല്ലോ. ആസ്ട്രോണമി സെന്റർ കേട്ടാ. ഇവിടെ നിന്നാണ് നമ്മൾ ടെലിസ്കോപ്പിക് ഒബ്സർവേഷൻ എന്തൊക്കെ പഠിപ്പിക്കുന്നത്. ആസ്ട്രോണമി, ആസ്ട്രോ ലാബ്. നമ്മൾ ഇന്റർ സിറ്റിയിൽ വളരെ വിജയകരമായിട്ടുള്ള റൈഡും കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ജീവൻ ബൈ, അപ്പോൾ കാണാം. ഓക്കെ ബൈ.